ഹായ് ദിസ് ഇസ് ബൈജു പ്രോം ഓൺലൈനർ ആപ്പ്. ഇന്ന് നമുക്ക് സ്മാർട്ട് മണിയുടെ എക്സിറ്റ് പോയിന്റുകളെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. യൂസിങ് മാർക്കറ്റ് പ്രൊഫൈൽ എങ്ങനെ മാർക്കറ്റ് പ്രൊഫൈൽ ഉപയോഗിച്ചിട്ട് സ്മാർട്ട് മണിയുടെ എക്സിറ്റ് പോയിന്റ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. സോ മാർക്കറ്റിൽ അവർ എൻ്റർ ആകുമ്പോഴും സ്മാർട്ട് മണി എൻ്റർ ആകുന്ന ടൈമിൽ മാർക്കറ്റിനകത്തേക്ക് നിന്ന് എക്സിറ്റ് ആവുന്ന സമയത്തും ഇവർ ബാലൻസ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആകുന്നതും എൻ്റർ ആകുന്നതും ചെയ്യുന്നത്. ഇപ്പോൾ ഏത് ബാലൻസാണ് എന്തിനു വേണ്ടിയുള്ളതെന്ന് നമ്മളെപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അബ്സോർഷനുള്ള ബാലൻസ് ആണോ, രണ്ടാമതുള്ളത് നമുക്കറിയേണ്ടിയിരിക്കുന്നത് ഇവർ കൺസോൾട്ടേഷൻ ചെയ്യിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ ബാലൻസ് മാത്രം നിർത്തുന്നതാണോ, മൂന്നവർ എക്സാവറേഷൻ ചെയ്യിപ്പിക്കുകയാണോ എന്നറിയണം. ഇതിൽ എക്സാവറേഷനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ എക്സാവറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു വേർഡിൽ നമുക്ക് നോക്കാം, ഓവർ ബോട്ട് എന്നോ അല്ലെങ്കിൽ ഓവർ സോൾഡ് എന്നോ ഒക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. എക്സിറ്റ് പോയിന്റ് സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ അകത്ത് എൻ്റർ ആവുന്നവർക്ക് പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട നല്ലൊരു കാര്യമാണ്. ബിക്കോസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റ് സ്മാർട്ട് മണിയെ നമ്മൾ ചേസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ഇപ്പോൾ ഞാനിതിന് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത് ടൈറ്റിൻ്റെ ഒരു ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ടൈറ്റിൻ്റെ മെയിലിലെ ഒരു ചാർട്ടാണ് എടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ. ഒത്തിരി എക്സാമ്പിൾസ് നമുക്ക് മാർക്കറ്റിൽ നോക്കിയാൽ കാണാൻ പറ്റും. എന്നാലും ഞാൻ ടൈറ്റിൻ്റെ ഒരു ചാർട്ട് എടുത്തിരിക്കുകയാണ്. കുറച്ചുകൂടി നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ടൊരു എക്സോഷൻ വന്നിട്ടുണ്ട്. അത് മാർക്കറ്റ് പ്രൊഫൈൽ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ചുകൂടി നന്നായിട്ടാണ് ഈ ഒരു ചാർട്ട് ഞാൻ എടുത്തിരിക്കുന്നത്. സി സ്മാർട്ട് മണി എപ്പോഴും എന്താ ചെയ്യുക, ഒരു ബാലൻസ് ആദ്യം ചെയ്യും മാർക്കറ്റിൻ്റെ അകത്ത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാലൻസ് ആദ്യം മാർക്കറ്റ് ചെയ്യും. എയ്തർ അത് റൈസിങ്ങിന് വേണ്ടിയുള്ള ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ അക്യുമുലേഷനുള്ള ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സാവേഷൻ ബാലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ നോർമൽ കൺസോൾട്ടേഷൻ ആയിരിക്കാം. സോ ആദ്യം അവർ എന്നെയും നല്ലൊരു ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്തിട്ട് റൈസ് ചെയ്യിപ്പിക്കും. റൈസ് ചെയ്ത ശേഷമാണ് ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇവൻ താഴോട്ട് പോകാൻ നോക്കുന്നുണ്ടോ, ഇനി ഇവിടെ നിന്ന് അക്യുമുലേറ്റ് ചെയ്ത് മേലോട്ട് പോകാനുള്ള കൺഫ്യൂഷൻ എല്ലാവർക്കും വരും. ഏതൊരു പ്രൈസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും ക്ലിയർ കൺഫ്യൂഷൻ വരുന്നത്. ഇനി മാർക്കറ്റ് പ്രൊഫൈൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ചില കാര്യങ്ങൾ നമ്മൾ ഈ ബാലൻസിനുള്ളിൽ നടന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ബാലൻസിനുള്ളിൽ ഈ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ മെയ് 23 മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെയ് 29 വരെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈറ്റിൻ്റെ അകത്ത് നല്ല രീതിയിലൊരു ബാലൻസിങ് നടന്നിട്ടുണ്ട്. നല്ലൊരു ബാലൻസ് മാർക്കറ്റാണ്, നല്ലൊരു ബാലൻസാണ് നടന്നിട്ടുള്ളത്. സോ ഈ ബാലൻസ് അക്യുമുലേഷൻ ആണോ അല്ലെങ്കിൽ ഈ ബാലൻസ് ഒരു എക്സാവൂഷൻ ബാലൻസ് ആണോ എന്ന് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില ചെക്ക് പോയിന്റ്സ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാവും. സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഈ ബാലൻസിൻ്റെ അകത്ത് ഹയർ ലെവലിൽ എത്ര എക്സസ് ഉണ്ടെന്ന് നോക്കുക. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇവിടുത്തെ എക്സസ് എത്ര ഉണ്ടെന്ന്. ഫസ്റ്റ് എക്സസ്, സെക്കൻഡ് എക്സസ്, തേർഡ് എക്സസ്. അപ്പോൾ 3 എക്സസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നു. സോ ഫസ്റ്റ് എന്താണ് അതിൽ നമുക്കൊരു കൺഫർമേഷൻ കിട്ടി, ഓക്കെ എക്സസ് ഇവിടെ ഉണ്ട്, ഹയർ ലെവലിൽ നല്ല എക്സസ് ഉണ്ട്. രണ്ടാമത്തെ ഐഡൻറ്റിഫിക്കേഷൻ കൺഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂവർ ഹൈ എത്രയുണ്ട്, AB പൂവർ ഹൈ എത്രയുണ്ട്, ഫെയിൽഡ് ഓപ്ഷൻസ് എത്രയുണ്ടെന്ന് നമ്മൾ നോക്കുക. പൂവർ ഹൈ, പൂവർ ഹൈ, പൂവർ ഹൈ, പൂവർ ഹൈ, ഫെയിൽഡ് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റില്ല. പൂവർ ഹൈസ് ഒത്തിരി ഉണ്ട് എന്തായാലും. ഓക്കെ, സോ പൂവർ ഹൈ ഉണ്ട്. മൂന്നാമത് നമ്മൾ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് റേഞ്ച് എക്സ്റ്റൻഷൻ നല്ല രീതിയിൽ ഒരു 1x അല്ലെങ്കിൽ 2x അപ്പർ ലെവലിലേക്ക് കൊടുത്തിട്ടുണ്ടോ അതോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കാം. ഇവിടെ റേഞ്ച് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടില്ല, ഇവിടെ റേഞ്ച് എക്സ്റ്റൻഷൻ 1x 2x കൊടുത്തിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടില്ല. ദെൻ എങ്ങോട്ടത്തേക്കാണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. റേഞ്ച് എക്സ്റ്റൻഷൻ കൊടുത്തിട്ടില്ല, മേലോട്ടേക്കോ ഒന്നും കൊടുത്തിട്ടില്ല. ബട്ട് അതേസമയം റേഞ്ച് എക്സ്റ്റൻഷൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എങ്ങോട്ടത്തേക്ക്? ഡൗൺ സൈഡിലേക്ക്. ഉണ്ടോ? ഉണ്ട്. ഇവിടെ 1x റേഞ്ച് എക്സ്റ്റൻഷന് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്,
ഇവിടെ ട്രൈ ചെയ്തിട്ട് ഫെയിൽഡ് ആയിട്ടുണ്ട്, ഇവിടെ ട്രൈ ചെയ്തിട്ട് ഫെയിൽഡ് ആയിട്ടുണ്ട്. ബട്ട് ഇവിടെ റേഞ്ച് എക്സ്റ്റൻഷൻ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. കമ്പയർഡ് ടു ഹൈ അപേക്ഷിച്ച് ഡൗൺ സൈഡിലേക്ക് റേഞ്ച് എക്സ്റ്റൻഷൻ നല്ല രീതിയിൽ നടത്തിയിട്ടുണ്ട്. സോ മൂന്നാമത്തെ കാര്യം കൺഫർമേഷനായി. നാലാമത്തെ നമ്മൾ കൺഫർമേഷൻ നോക്കേണ്ടത് റേഞ്ച് എക്സ്റ്റൻഷനെ പോലെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് പീപോക്ക്. പീപോക്കിൻ്റെ എവിടെയാണ് ക്ലോസിങ് വന്നിരിക്കുന്നത്? അപ്പറിലാണോ ക്ലോസിങ് വന്നിരിക്കുന്നത്, ഡൗണിലാണോ ക്ലോസിങ് വന്നിരിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു റൈസിങ് മാർക്കറ്റിലാണെങ്കിൽ പീപോക്കിൻ്റെ താഴെയായിട്ട്, ഓക്കെ, ഡൗണിലായിട്ട് അല്ലെങ്കിൽ ബോട്ടം അല്ലെങ്കിൽ പീപോക്കിൻ്റെ താഴെയായിട്ട് നമുക്ക് ക്ലോസിങ് വേണം. ഓരോ പീപോക്കിൻ്റെയും താഴെയായിട്ട് ക്ലോസിങ് വേണം. ഇതിൻ്റെ ആവറേജ് വളരെയധികം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ റൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ബൈ ചെയ്തിരിക്കുന്നത് ഓവർ ബോട്ടായിട്ട് എക്സാവേഷൻ നടക്കുന്നെന്ന് മറ്റു രീതിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ പീപോക്കിൻ്റെ ക്ലോസിങ് ഇവിടെ നമുക്ക് നോക്കാം. ഇതാണ് പീപോക്ക് ഇരിക്കുന്നത്, അതിന് താഴെ പിന്നെയും ക്ലോസ് വന്നിരിക്കുന്നത്, ഇവിടെയും ക്ലോസ് എങ്ങനെയാണ്, ഇവിടെയും ക്ലോസ് എങ്ങനെയാണ്, ഇവിടെയും ക്ലോസ് എങ്ങനെയാണ്. 4 ബാലൻസ് ഉണ്ടെങ്കിൽ 4 ബാലൻസും എന്താണ്, അല്ലെങ്കിൽ 4 ഡേ നമ്മൾ എടുക്കാൻ 4 ഡേക്കകത്തും സെല്ലേഴ്സിൻ്റെ അല്ലെങ്കിൽ ഓരോ ഇതിലും നോക്കുകയാണെങ്കിൽ സെല്ലേഴ്സിൻ്റെ പ്രസൻസ് ആയിട്ട് പീപോക്കിന് താഴെയായിട്ട് ആ മാർക്കറ്റ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുന്നത്. അഞ്ചാമത്തെ ഒരു കണ്ടീഷൻ നമ്മൾ നോക്കേണ്ടത് ഓരോ ദിവസവും മാർക്കറ്റ് റൈസ് ആകുന്നുണ്ട്, അതിനുശേഷം ക്ലോസിംഗ് എന്ന് പറയുന്നത് പി ഒ സിക്ക് താഴെയാണെന്നും കൂടെ നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ പി ഒ സിക്ക് താഴെയാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. ഇത് റൈസ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുന്നു, റൈസ് ചെയ്യുന്നു, മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അപ്പർ ലെവലിൽ ഓപ്പൺ ആകുന്നു, ഡൗണിൽ വന്ന് ക്ലോസ് ആകുന്നു. ഇങ്ങനൊരു കണ്ടീഷൻസ് കൂടെ നടക്കുകയാണെങ്കിൽ ഈ 5 കാര്യങ്ങളിൽ ഏകദേശം 4 കാര്യങ്ങളിലെങ്കിലും ഒരു ബാലൻസിൻ്റെ അകത്ത് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം ഈ റൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ പൊസിഷൻ ചെയ്ത് കൊണ്ടുവന്ന സ്മാർട്ട് മണീസ് ഈ ഒരു പ്രൈസിൽ ഈ 3460-നും 3380-നും ഇടയിൽ ഇവരെന്നാ ചെയ്യുന്നുണ്ട്, അവരുടെ പൊസിഷൻസ് സ്ക്വയർ ഓഫ് ചെയ്യണം, ഓവർ ബോട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യണം? ഹയർ ലെവലിൽ എക്സസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, പൂവർ ഹൈസ് എത്ര ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം, അതിൻ്റെ പ്രസൻറ്റ് സ്കൂളിലാണോ ഇല്ലയോ എന്ന് നോക്കണം, റേഞ്ച് എക്സ്റ്റൻഷൻ ഏത് ഏരിയയിലേക്കാണ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുണ്ടോ നോക്കണം, ആവറേജ്. 3 പി പി ഒസ് അതായത് പീപോക്കിന് താഴെയാണോ ക്ലോസിങ്, മേളിലാണോ ക്ലോസിങ് വന്ന് നോക്കണം. 5ാമത്തെ കേസ് സ്റ്റഡി ഓരോ റൈസിൻ്റെ അകത്തും ക്ലോസിങ് എന്ന് പറയുന്നത് ഡൗൺ സൈഡിലേക്കാണോ എന്നും കൂടെ നോക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഓവർ ബോർഡഡ് ആണ്. ഇനി ഇവിടെ നമ്മൾ സ്മാർട്ട് മണി ഇവിടെ സ്ക്വയർ ഓഫ് ചെയ്യാണ്. ഇനി മേലോട്ട് ഇതിനെക്കുറിച്ച് പ്രതീക്ഷിക്കേണ്ട. നമ്മൾ സ്മാർട്ട് മണിയുടെ കൂടെ ട്രേഡ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിൽ നമ്മളും എന്ത് ചെയ്യുക, അവരോടൊപ്പം ലീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓൾ, ബൈ.